Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫെബ്രുവരി സെഷൻ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. സോ നമുക്ക് എന്തെങ്കിലും ആ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഒരുപാട് പേര് ജനുവരിയിലാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്, വരാണ്ടായപ്പോൾ ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിച്ചതാണ്. സോ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഓൺ ആണ്. സോ നമുക്കതിന്റെ ഡേറ്റ്സും മറ്റ് ഡീറ്റെയിൽസിലോട്ടൊക്കെ 1 by 1 ആയിട്ട് പോകാം. അപ്പൊ ഇതാണ് വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ 2025-2026 ഫെബ്രുവരി അപേക്ഷകർക്കുള്ള നിർദ്ദേശങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഏതൊക്കെ കോഴ്സസിന്റെ ഡീറ്റെയിൽസ് ആണെന്നും നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ UG ഏറ്റവും കൂടുതൽ കുട്ടികൾ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന UG പ്രോഗ്രാംസ് BCom, BBA, BCA, ദെൻ BA പ്രോഗ്രാംസ് പറഞ്ഞ പോലെ എല്ലാ പ്രോഗ്രാംസും അവൈലബിൾ ആണ്. ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ദെൻ MCom, MA പ്രോഗ്രാമുകൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം കേട്ടോ. വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫോർ അഡ്മിഷൻ 3 year 4 year UG, അതുപോലെ തന്നെ 2 year പ്രോഗ്രാംസ് ഇതൊക്കെ ഓപ്പൺ ആണ്. ആൻഡ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 10/3/2026 ആണ് കണ്ടോ. അപ്പോൾ ഇന്ന് മുതൽ ഓപ്പൺ ആണ്. മാർച്ച് 10 തീയതി വരെയാണ് ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്ഥാപനം ഓൺലൈനായിട്ട് അഡ്മിഷനും കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. എസ്പെഷ്യലി BCom, BBA, MCom, MBA ഈ കോഴ്സസിനൊക്കെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ BA MA ആണെങ്കിലും അതിൻ്റെയും ഓൺലൈനായിട്ടുള്ള അഡ്മിഷനും ദെൻ ചില പേപ്പേഴ്സിൻ്റെ ഒക്കെ കോച്ചിങ്ങും അവൈലബിൾ ആണ്. സോ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അഡ്മിഷൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ പ്രോസ്പെക്ടസിൻ്റെ ഡീറ്റെയിൽസിലോട്ട് ജസ്റ്റ് ഒന്ന് കിടക്കാം. ഇതാണ് പ്രോസ്പെക്ടസ് 2026 ഫെബ്രുവരി സെഷൻ്റെ പറഞ്ഞിട്ടുള്ളത്. വേറെ മാറ്റങ്ങളൊന്നും പറയാനില്ല. സെയിം ഫീസ് സ്ട്രക്ചർ തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം ഫീസ് ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് നോക്കിയാൽ കാണാൻ സാധിക്കും. ഡിഗ്രിക്ക് ആണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ 4530, PGക്ക് 5270 രൂപയാണ് ഉണ്ടായിരുന്നത്. ദെൻ സെക്കൻഡ് സെമസ്റ്റർ മുതൽ PGക്ക് 3500, ഡിഗ്രിക്ക് ആണെങ്കിൽ 2860. ആ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്. വേറെ പുതിയതായിട്ടൊന്നും പറയാനില്ല. ഇതാണ് പ്രോസ്പെക്ടസ് ഡീറ്റെയിൽസ് കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ ഡീറ്റെയിൽസ് ഒക്കെ അവൈലബിൾ ആണ്. മെജോറിറ്റി എല്ലാ ഡിസ്ട്രിക്റ്റിലും ലേണിംഗ് സെൻറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ലേണിംഗ് സെൻറ്റർ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാൻ സാധിക്കും. എല്ലായിടത്തും ഉണ്ട്, ഒരു മാതിരി എല്ലായിടത്തും അവൈലബിൾ ആണ്. 14 ഡിസ്ട്രിക്റ്റിലും ലേണിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ചിന്തിച്ച് വേവലാതിപ്പെടണ്ട. സോ നമ്മുടെ പ്രോഗ്രാം ഡീറ്റെയിൽസ് ഇതാണ്. 4 year UGയിൽ BBA, ദെൻ BCom സ്പെഷ്യലൈസേഷൻ ഡീറ്റെയിൽസ് ഫിനാൻസ്, കോർപ്പറേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. BBA ആണെങ്കിൽ HR, മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ്. ദെൻ BA ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, സോഷ്യോളജി ഇതൊക്കെയാണ്. ദെൻ 4 വർഷം UG ചെയ്യുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് നമ്മുടെ PG അവസാനിപ്പിക്കാൻ പറ്റും. അതാണ് ഗുണം. അതല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വിത്ത് എക്സിറ്റ് ഓപ്ഷൻ അറ്റ് ദ എൻഡ് ഓഫ് 3rd year വിത്ത് ഡിഗ്രി ഓൺ സക്സസ്ഫുൾ കംപ്ലീഷൻ. ദെൻ അതിനുശേഷം നമ്മുടെ 2 year PG പ്രോഗ്രാംസിലെ MA അറബിക്, MA ഇംഗ്ലീഷ്, MA മലയാളം, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഴ്സ് MCom, ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന കോഴ്സ്, ഇതൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഡിഗ്രിക്ക് ആണെങ്കിൽ അവിടെ വേണ്ട ക്വാളിഫിക്കേഷൻ they pass in higher secondary examination conducted by a board or university at a +2 level of schooling, either through formal schooling or through open system or its equivalent and recognized by state of Kerala. ഇതാണ് ഡിഗ്രി ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ. ദെൻ PGക്ക് ആണെങ്കിൽ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഏതെങ്കിലും നിന്നുള്ള ഡിഗ്രി അത് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇനി വാലിഡ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീസ് സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് ഫീസ് സ്ട്രക്ചർ. ഞാൻ നേരത്തെ പറഞ്ഞു, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഫസ്റ്റ് സെമസ്റ്റർ വരുന്ന ടോട്ടൽ ഫീ എന്ന് പറയുന്നത് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് 4530 രൂപയാണ്. നമ്മൾ അഡ്മിഷൻ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സെമസ്റ്റർ മുതൽ ബാക്കിയുള്ള എല്ലാ സെമസ്റ്ററുകളിലും 2860 രൂപയാണ് വരിക.
ദെൻ BBA ആകുമ്പോൾ ഫീസ് കുറച്ചും കൂടിയും വ്യത്യാസമുണ്ട്, ചെറിയ കൂടുതലാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ 5330 രൂപയാണ് വരുന്നത്. ബാക്കിയുള്ള ഓരോരോ സെമസ്റ്ററുകളിൽ 3660 രൂപയാണ് വരിക. ഇനി MCOM അല്ലെങ്കിൽ MA പ്രോഗ്രാംസിന് വരുന്നത് ഫസ്റ്റ് സെമസ്റ്റർ. ഇനി MA MCOM പ്രോഗ്രാംസിന് വരുന്ന ഫീസ് ഫസ്റ്റ് സെമസ്റ്റർ അഡ്മിഷൻ എടുക്കുമ്പോൾ 5270 രൂപയാണ് വരുന്നത്. ബാക്കിയുള്ള സെമസ്റ്ററുകളിൽ 3500 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫീസ് സ്ട്രക്ചറിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ വരുന്നത്. സോ ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 10/3/2026 അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് അഡ്മിഷനും അതുപോലെ തന്നെ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിനാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷന് വേണ്ട ഡീറ്റെയിൽസ് നമ്മൾ അയച്ചു തരും. ഓൺലൈനായിട്ട് തന്നെ നമ്മൾ അഡ്മിഷൻ എടുത്ത് തരും കേട്ടോ. ദെൻ ഇതിൽ BCom BBA MCom MBA ഇതിനൊക്കെ നമ്മളെല്ലാ പേപ്പേഴ്സിനും ഓൺലൈനായിട്ട് കോച്ചിങ്ങും അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സപ്പോർട്ട് ഇതൊക്കെ നോട്ട്സ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BAയുടെ ചില പേപ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.